നമുക്കറിയാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെ അതിശക്തമായ മഴയാണ്. നിലമ്പൂരിലേക്ക് ചെല്ലുമ്പോഴും പ്രചരണം മഴ എടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ശക്തമായ മഴ നിലമ്പൂർ മണ്ഡലത്തിലും പെയ്തുകൊണ്ടേയിരിക്കുന്നു. മുന്നണികളുടെ കൺവെൻഷനും റോഡ് ഷോയും അടക്കം പ്രചാരണ പ്രവർത്തനങ്ങൾ അതോടുകൂടി വെള്ളത്തിലായി എന്ന വാർത്ത വരികയാണ്. അമൽ തേനംപറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, അവസാന ലാപ്പിലാണ്. അപ്പോൾ കൂടുതൽ ആളുകളെ നേരിട്ടെത്തി കാണുക ഇനി 2-3 ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഈ വില്ലനായി മഴ അതിശക്തമായി പെയ്യുന്നത്. അത് മണിക്കൂറുകൾ നാളെയൊക്കെ തന്നെ അറിയാമല്ലോ. കാരണം 2-3 ദിവസങ്ങളിലൂടെ മഴ ഇങ്ങനെ നീണ്ടു നിൽക്കും. അത് ഈ സ്ഥാനാർത്ഥികളുടെയൊക്കെ നെഞ്ചിടിപ്പ് കൂട്ടുന്നുണ്ടോ? മഴയുടെ തോതിപ്പോൾ എങ്ങനെയാണ് അവിടെ? പ്രജീഷ, രാവിലെ മുതൽ തന്നെ മഴയാണ്. ഈ മഴ ഇപ്പോൾ പ്രചരണത്തെ വലിയ തോതിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. അല്പസമയങ്ങൾക്കകം തന്നെ പ്രിയങ്ക ഗാന്ധി റോഡ് ഷോയ്ക്കായിട്ട് എത്തുന്നുണ്ട്. അതിന് മുന്നോടിയായി വണ്ടൂരിൽ ഞാൻ നിൽക്കുന്ന കാളികാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇതിലൂടെയാണ് പ്രിയങ്ക ഗാന്ധി കടന്നു വരേണ്ടത്. വഴിയടക്കം ചെളിയായി ഇങ്ങനെ കിടക്കുകയാണ്. പ്രിയങ്ക ഇവിടെ എത്തി കാളികാവിൽ കടുവ ആക്രമണത്തിൽ മരിച്ച ഒരു ഗഫൂറിന്റെ വീടുണ്ട്. അവിടെ എത്തി ആ വീട്ടുകാരെ കണ്ട ശേഷമാകും കൺവെൻഷനുകളിലേക്ക് പോവുക. റോഡ് ഷോയാണ് രണ്ടിടത്ത് നിശ്ചയിച്ചിരിക്കുന്നത്. മൂത്തേടത്തും അതോടൊപ്പം തന്നെ നിലമ്പൂരിലുമാണ് റോഡ് ഷോ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കാലാവസ്ഥയിൽ റോഡ് ഷോ എങ്ങനെ നടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം റോഡ് ഷോ മാറ്റി അത് പൊതുയോഗങ്ങളാക്കിയിരുന്നു, കൺവെൻഷനുകളാക്കിയിരുന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും ഇപ്പോൾ റോഡ് ഷോ നടത്താമെന്നൊരു തീരുമാനം ഇന്ന് രാവിലെ UDFിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയായിരുന്നു. ഈ കാലാവസ്ഥ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ റോഡ് ഷോ റദ്ദാക്കേണ്ടി വന്നേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് പൊതുയോഗമായി തന്നെ നടത്താനുള്ള തീരുമാനമാകും. അല്ല എങ്കിൽ ഈ പെരുമഴയത്ത് പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ നടക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ യൂസഫ് പത്താൻ ഇവിടെയുണ്ട്. അൻവറിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ആ റോഡ് ഷോയും നടക്കേണ്ടതുണ്ട്. 4 മണിക്കാണ് റോഡ് ഷോ പറഞ്ഞിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ സമാനമായി കനത്ത മഴയത്ത് തന്നെ ആ റോഡ് ഷോ നടത്തേണ്ട ഒരു അവസ്ഥയാണുള്ളത്. മുഖ്യമന്ത്രിയുടെ പരിപാടികൾ 2 എണ്ണമുണ്ട്. അതിനും സമാനമായി തന്നെയുള്ള അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും മഴയുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ തുടർച്ചയായി ഒരു ഇടവേളയില്ലാതെ മഴ പെയ്ത ദിവസം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ അല്പസമയങ്ങൾക്കകം തന്നെ പ്രിയങ്ക ഇവിടേക്ക് എത്തും. അതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ കടന്നു വരുന്ന വഴിയൊക്കെ എന്ന് പറയുമ്പോൾ മണ്ണിട്ട വഴിയൊക്കെയാണ്, നാട്ടുമ്പുറമാണ്. അതിനാൽ തന്നെ വഴി നിറയെ ചെളിയാണ് താഴേക്ക്. അതിനാൽ തന്നെ നമുക്കിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാത്രമേ പ്രിയങ്കയുടെ പ്രതികരണം തേടാനോ അല്ലെങ്കിൽ കാണാനോ കഴിയൂ. താഴെ കാണുന്ന വീടാണ് ആ കടുവ ആക്രമണത്തിൽ മരിച്ച ഗഫൂർ എന്ന് പറയുന്ന ആളുടെ വീട്. ആ വീട്ടിലേക്കാകും പ്രിയങ്ക അല്പസമയത്തിന് എത്തുക. എന്തായാലും പ്രജീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ, അവസാന ലാപ്പിലേക്ക് പ്രചരണം എത്തുമ്പോൾ ഇങ്ങനെ ശക്തമായി മഴ പെയ്യുന്നത് മുന്നണികളുടെ ചങ്കിടിപ്പ് കൂട്ടുന്നുണ്ട്. കാരണം ഈ വീട് കയറിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളടക്കം ദുഷ്കരമാണ്. അതോടൊപ്പം തന്നെ വലിയ റാലികൾ സംഘടിപ്പിച്ച് അവസാന സമയങ്ങളിലെ ആവേശം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഈ മഴയത്തൊരൽപ്പം തണുത്തു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ആവേശം ചോരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് മുന്നണി സ്ഥാനാർത്ഥികളും മുന്നണികളും എല്ലാം പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷ ശരി, അമലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഈ നാളെയും മറ്റന്നാൾ മാത്രമേ ഉള്ളൂ ഇനി കാട് ഇളക്കിയുള്ള പ്രചാരണം. ആ പ്രചാരണ സമയത്താണ് ഇങ്ങനെ മണ്ഡലത്തിൽ വലിയ മഴ വരുന്നത്. അപ്പോൾ കുട്ടിക്കലാശം സമയത്തൊക്കെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചോളം ഈ റാലികൾ, റോഡ് ഷോ, അതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട അവസാനം ഇങ്ങനെ പ്രചരണം കൊഴിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ വെല്ലുവിളിയാണ് ഈ കനത്ത മഴ.